ഈ ഒരു പയ്യൻ തൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഭയങ്കര ദേഷ്യത്തോടുകൂടി എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസ നിങ്ങൾ എടുത്തോ എന്ന് ചോദിക്കാൻ. എന്നാ ആ അമ്മ, നിന്റെ പോക്കറ്റിലുള്ള പൈസ ഞാൻ എന്തിനാ എടുക്കുന്നത്? അഥവാ എനിക്ക് പൈസ വേണമെങ്കിൽ തന്നെ ഞാൻ നിന്നോട് ചോദിക്കല്ല ചെയ്യാം, അല്ലാതെ കട്ടെടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ എന്ന് പറയാണ്. അത് കേട്ട ആ ഒരു പയ്യനാണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞു, എൻ്റെ പോക്കറ്റിലുള്ള 15,000 രൂപ കാണാനില്ല, അത് ഞാൻ വീടിൻ്റെ വാടക കൊടുക്കാനായിട്ട് വെച്ചത്, അത് എടുത്തിട്ടുണ്ടെന്ന് പറയാണ്. എന്നാ അമ്മ, എടാ നിന്നോടല്ല ഞാൻ പറയുന്നത്, ഞാൻ ആ പൈസ എടുത്തിട്ടില്ല. അതൊക്കെ പോട്ടെ, നിന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ഭർത്താവ്, അവളതേ ഇപ്പൊ തന്നെ പുറത്തേക്ക് പോയിട്ടുണ്ട്, ഞാൻ കുളിച്ചോണ്ടിരിക്കുന്നു എന്ന് പറയാണ്. അത് കേട്ട അമ്മ ഭയങ്കര ഉച്ചത്തോടുകൂടി പറയാണ്, ഇതുവരെ നിന്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും കാണാതെ പോയിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ പൈസ കാണാതെ പോയത്? അത് നിന്റെ ഭാര്യ വന്നതിന് ശേഷം എന്റെ ഭാര്യ എങ്ങാനും ആ പൈസ എടുത്ത് അവളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനായിട്ട് പോയതായിരിക്കും. ഇന്നലെ അവളുടെ അമ്മ വിളിച്ചിട്ട് ആശുപത്രി പോകാനായിട്ട് പൈസ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, മിക്കവാറും അതിന് തന്നെ ആയിരിക്കും അവൾ ആ പൈസ കട്ടുണ്ട് പോയെന്ന് പറയാണ്. എന്നാ ഭർത്താവ്, അവളെന്തിനാ പൈസ കക്കുന്ന? എത്ര രൂപ വേണമെങ്കിലും ഞാൻ കൊടുക്കൂലേ, അവൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ പോരെ, ഞാനപ്പോൾ പൈസ കൊടുക്കും, പിന്നെ അവൾക്ക് കക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാണ്. എന്നാ ഒരു അമ്മ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ എത്രയെന്ന് വെച്ച് നിന്നോട് പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും, അതാണ് നീ പോലും അറിയാതെ കട്ടിട്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത്, ഇത് അതന്നെ ആവാനാ സാധ്യത എന്ന് പറയാണ്. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ഭാര്യ അവിടേക്ക് വരുന്നുണ്ട്. അമ്മായിയമ്മ അപ്പൊ തന്നെ ചോദിക്കാണ്, ഒരു കാര്യം ചെയ്യും, മോൾ ഇപ്പൊ കൊണ്ടു കൊടുത്ത പൈസ ഇല്ലേ, അത് പോയി തിരിച്ചു വാങ്ങിയിട്ട് വരാൻ പറയാണ്. എന്നാ ഭാര്യ, ഏത് പൈസ, എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കാണ്. അത് കേട്ട ഭർത്താവിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ഭാര്യ, ഈ അമ്മ എന്തൊട്ടൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ ചേട്ടാ എന്ന് ചോദിക്കാണ്. അത് കേട്ട ഭർത്താവ്, നീ എന്റെ പോക്കറ്റിൽ 15,000 രൂപ കണ്ടിരുന്നോ, അത് എടുത്തിരുന്നോ എന്ന് ചോദിക്കാണ്. ഭാര്യ അപ്പൊ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഞാനത് കണ്ടിരുന്നു, ഞാൻ ആ പൈസ എടുത്തിരുന്നു എന്ന് പറയാണ്. അത് കേൾക്കേണ്ട താമസം അമ്മായിയമ്മാണെന്ന് വെച്ചാല് അവൾ ഒരുപാട് ചീത്ത പറയാണ്. നിനക്ക് നാണില്ലേ പൈസ എല്ലാം കട്ട് നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനായിട്ട്, എന്റെ മോന്റെ എല്ലാ പൈസയും കൊണ്ടുപോകാനായിട്ട്? അവളുടെ ഓരോ അടവ് കണ്ടില്ലേ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാ, പ്രേമിച്ചൊന്നും കല്യാണം കഴിക്കണ്ട, ഇതുപോലത്തെ പെണ്ണിനൊന്നും നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്നൊക്കെ. എന്നാ ഒരു പെണ്ണാണെന്ന് വെച്ചാൽ കരഞ്ഞോണ്ട് ഞാൻ ആ പൈസ കട്ടിട്ടില്ല എന്ന് പറയാം. ശരിക്കും ആ പൈസ എന്തിനാണ് അവൾ ഉപയോഗിച്ചത് എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഹസ്ബൻഡ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ പൈസനെക്കാളും നിങ്ങളുടെ അമ്മക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇതിന്റെ ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.